നമ്മളൊരു യാത്ര പോവുകയാണ് കൊച്ചിയിൽ നിന്ന് മിനിക്കോയിലേക്ക്. അതിനെന്ത് പ്രത്യേകത എന്ന് ചോദിക്കാം. ഒരു യാത്രാ കപ്പലിലല്ല നമ്മളുടെ യാത്ര, ഒരു യുദ്ധക്കപ്പലിലാണ്. നമ്മൾ പോകുന്നത് മിനിക്കോയിലെ INS ജഡായുവിലേക്കാണ്. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ കരുത്തായ നാവിക കേന്ദ്രത്തിലേക്ക്. INS ഷാർദുലിൽ വെടിവയ്പ് പരിശീലനത്തിനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. കപ്പൽ പുറംകടലിലുള്ളപ്പോൾ എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ ഉണ്ടാകും. ഇനി നമുക്ക് കപ്പലിനുള്ളിലേക്ക് പോകാം. യുദ്ധക്കപ്പലാണ്, ടാങ്കുകളുണ്ട്, ധാരാളം ഇന്ധനങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും തീ പടരാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഒരു യുദ്ധക്കപ്പലിനകത്തുള്ള എല്ലാ പ്രവർത്തനങ്ങളും. ഒരു തീപിടുത്തമുണ്ടായാൽ അതിനെ എങ്ങനെ അണയ്ക്കണമെന്ന കാര്യത്തിൽ പരിശീലനങ്ങൾ നടക്കാറുണ്ട്. We have all the tanks which contain fuel. So anything can go wrong. So the risk of fire is always there. And flooding also. Something might hit the ship. It might poke a hole inside the ship. Water gets started. The ingress of water can be so much that the ship does not stay stable. So even that has to be countered. മിനിക്കോയുടെ നല്ലൊരു പ്രഭാതത്തിലേക്കാണ് ഇനി. 15 മണിക്കൂർ നീണ്ട കടൽ യാത്രയ്ക്കൊടുവിലാണ് ദ്വീപ് കണ്ടു തുടങ്ങിയത്. യുദ്ധക്കപ്പൽ പുറംകടലിൽ നിർത്തി. കപ്പലിലെ തന്നെ 2 ബോട്ടുകൾ താഴേക്കിറക്കിയാണ് മിനിക്കോയിലേക്കുള്ള യാത്ര. സുന്ദരമായ സൂര്യോദയം കണ്ട് INS ജഡായുവിലേക്ക്. ഇനി മിനിക്കോയുടെ വിശേഷങ്ങളിലേക്കാണ്. മിനിക്കോയിലെ ലഗൂണാണ്. അതായത് നമുക്ക് സുന്ദരമായി ഏതാണ്ട് ഒരു 500 മീറ്ററോളം ദൂരത്തിൽ കടലിലൂടെ നടന്നു പോകാം, കടലിൽ കുളിക്കാം. അങ്ങനെ വിനോദസഞ്ചാരത്തിന് ഏറ്റവും യോഗ്യമായ ഒരു സ്ഥലമാണ്. അതായത് ഇത് മിനിക്കോയിലെ ലൈറ്റ് ഹൗസിന് തൊട്ട് പിന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വളരെ മനോഹരമായ കടല്, തെളിഞ്ഞ കടൽ. നമുക്ക് ഒരു 500 മീറ്റർ വരെ ഉള്ളിലേക്ക് നടന്നു പോകാൻ കഴിയും. ദ്വീപിലെ ചെറിയ റോഡുകളാണ്. ഈ റോഡുകളാണ് ഈ ദ്വീപിന്റെ ജീവനാഡി എന്ന് പറയുന്നത്. ഏതാണ്ട് 11 കിലോമീറ്ററാണ് ഈ ദ്വീപുള്ളത്. പക്ഷേ ഈ ചെറിയ റോഡുകളിലൂടെ നമുക്ക് എല്ലായിടത്തും പോകാം.
കാണുന്നത് അന്താരാഷ്ട്ര കപ്പൽശാലാണ്. ഈ അന്താരാഷ്ട്ര കപ്പൽശാലിന് ഒരു പ്രത്യേകതയുണ്ട്. 2 ദിശകളിൽ നിന്ന് വരുന്ന കപ്പലുകൾ ഇവിടെ നിന്നാണ് തിരിഞ്ഞു പോകുന്നത്. പ്രധാനപ്പെട്ട ഒരു ടൂറിസം സ്പോട്ട് കൂടിയാണിത്. കാരണം നിരവധി പേർ വൈകുന്നേരങ്ങളിൽ എത്തുന്ന ഒരു സ്ഥലമാണ്. ഇത് മിനിക്കോയുടെ മറ്റൊരു ഭാഗമാണ്. നമ്മൾ നേരത്തെ കണ്ടതിന്റെ മറുകര. ഇവിടെ തിരമാലകൾ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ലഗൂണുകളില്ല. ഇവിടെ താഴേക്ക് നമുക്ക് ഇറങ്ങിപ്പോകാൻ കഴിയില്ല. ഇവിടെയാണ് യാത്രാ കപ്പലുകളൊക്കെ അടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ജെട്ടിയൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. പക്ഷേ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്നും നമുക്ക് കാണാനും കഴിയുന്നത്. മിനിക്കോയിൽ നിന്ന് നമ്മൾ മടങ്ങുകയാണ് കൊച്ചിയിലേക്ക്. INS ഷാർദുലിന് പകരം മറ്റൊരു യുദ്ധക്കപ്പലിലാണ് നമ്മുടെ മടക്കയാത്ര. അങ്ങോട്ടും ഇങ്ങോട്ടും 30 മണിക്കൂറാണ് 2 യുദ്ധക്കപ്പലിലായി ചെലവഴിക്കേണ്ടി വരുന്നത്.